നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ചേർന്ന് KSRTC ബസ് തടഞ്ഞു നിർത്തിയതും ഡ്രൈവറായിട്ടുള്ള യദുവിന് നേരെ കയർത്തുകൊണ്ട് വിവാദ വിഷയങ്ങളിൽ ഏർപ്പെട്ടതും ഇതുവരെ വാർത്താമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ചർച്ചകളുണ്ടാവുകയും പോലീസ് കേസെടുക്കാത്ത സാഹചര്യമുണ്ടാവുകയും എന്നാൽ ഡ്രൈവർ യദു ഒട്ടും താന്നുകൊടുക്കാതെ ഈ അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയുമൊക്കെ ആ മുഷ്കിൻ്റെ മുന്നിൽ മുട്ടുമടക്കാതെ കൃത്യമായിട്ട് നിയമത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുകയും കോടതിയെ സമീപിച്ച് അതുവഴി പോലീസിനെ കൊണ്ട് FIR ഇടിയിപ്പിച്ച് കേസെടുക്കുകയും ചെയ്തു. ആ കേസെന്ന് പറയുന്നത് കൃത്യമായിട്ട് ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് ആണ് പോലീസ് കേസെടുത്തത്. ഇടതുവശത്തുകൂടി വാഹനം ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ വെച്ച് ബസ്സിനെ കുറുകെ വച്ച് ബസ് തടയുകയും MLAയും സ്ഥലം മേയർ കൂടിയായിട്ടുള്ള ആര്യ രാജേന്ദ്രനും കൂടി ഇറങ്ങിച്ചെന്ന് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. എങ്ങനെയാണ് ഏറ്റവും ഗുരുതരമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്നുള്ള വികാരത്തിന് അടിമപ്പെട്ടിട്ട് ഒരു സാധാരണ വ്യക്തി ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള നിയമവശങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് ഒരാൾ പെട്ടെന്നുള്ള വികാരത്തിന് അടിമപ്പെട്ടിട്ട് ഇത്തരത്തിൽ പെരുമാറിയാൽ അത് തികച്ചും അയാൾ മാപ്പർഹിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഉന്നത പദവി അലങ്കരിക്കുന്ന വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളും സ്ഥലത്തെ മേയറും ഒരു നിയോജക മണ്ഡലത്തിൻ്റെ MLAയും ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തെ പരസ്യമായി തടയുകയും പൊതുജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് രാത്രി സമയത്ത് പൊതുനിരത്തിൽ ഇറക്കി വിടുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ക്ഷമയർഹിക്കാത്ത കുറ്റകൃത്യം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, പോലീസ് കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത് എങ്കിലും ഈ മേയർ ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവായിട്ടുള്ള MLAയും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത് വളരെ വിരോധാഭാസകരമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള വസ്തുതയാണ്. പോലീസ് എന്താണ് ചെയ്യുന്നത്? പോലീസ് ആദ്യം തന്നെ ചെയ്തത് FIR ഇട്ടതിന് ശേഷം വാദിയായിട്ടുള്ള യദുവിനെ കസ്റ്റഡിയിലെടുക്കുവാനും ചോദ്യം ചെയ്യാനുമാണ് തയ്യാറായത്. മെമ്മറി കാർഡിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് യദുവിനെ ചോദ്യം ചെയ്യാനും യദുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുവാനും വേണ്ടിയിട്ട് ആദ്യം പരിശ്രമിച്ചു എങ്കിലും കൃത്യമായിട്ട് നവമാധ്യമങ്ങളുടെ ഇടപെടൽ മൂലം, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടി വരും, മാധ്യമങ്ങളുടെ ഇടപെടൽ കൃത്യമായിട്ടും പോലീസിനും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പ്രതിച്ഛായയ്ക്ക് ധാരാളം മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ള നിലയിലേക്ക് വന്ന സമയത്ത് കൃത്യമായിട്ട് പോലീസ് കണ്ടക്ടറെ, സഖാവായിട്ടുള്ള പാർട്ടിക്കാരനായിട്ടുള്ള സഖാവ് റഹീമിനെ, MP ആയിട്ടുള്ള റഹീമിനെ ഈ വിഷയമുണ്ടായ അവസരത്തിൽ തന്നെ ബന്ധപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കണ്ടക്ടറെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനും അതുവഴി സ്റ്റേഷൻ ഇൻചാർജിനെ കസ്റ്റഡിയിലെടുക്കുവാനും ചോദ്യം ചെയ്യാനും ഒക്കെ പോലീസ് തയ്യാറായി. അത് അല്പം ആശ്വാസം അർഹിക്കുന്ന ഒരു നടപടി തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് പോലീസ് നീതി നിർവഹണം എന്നുള്ള നിലയ്ക്ക്, നിയമ സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത്, മേയർ ആര്യ രാജേന്ദ്രനെയും കൃത്യമായിട്ട് പറഞ്ഞാൽ MLAയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് യഥാർത്ഥത്തിൽ ഈ അധികാര കസേരകളിലിരിക്കുന്നവരോട് അടുത്തു ചെല്ലുവാൻ വേണ്ടിയിട്ട് നിയമം ഭയക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രമാണ് സർവ്വസാധാരണമായിട്ടുള്ള പൊതുജനങ്ങളായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്ദി, നമസ്തേ.